നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ. സൗദി അറേബ്യ വധശിക്ഷ വിധിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഗൾഫ് രാഷ്ട്രമാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സൗദി ഭരണകൂടം. അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ നോക്കാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കും. എത്ര തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തെളിയിക്കുകയാണ് സൗദി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വധശിക്ഷ കൂടി നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി യുവതിയെ കുത്തിക്കൊന്ന സംഭവത്തിൽ ഭരണകൂടത്തിന്റെ ഉത്തരവ് ലഭിച്ചതോടെയാണ് പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കിയത്. സാരി ബിൻ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഗാംദിയുടെ വധശിക്ഷയാണ് രാജ്യത്തിന്റെ വടക്കൻ അതിർത്തി പ്രവിശ്യയിൽ നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി യുവതി അഹമ്മദ് ബിൻ സൗദ് ബിൻ അബ്ദുൾ അസീസ് അൽ റുവൈലിയെയാണ് ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്. വീടിന് സമീപം ഒളിച്ചിരുന്ന നിരീക്ഷിച്ച ശേഷം വീട്ടിൽ കയറി കത്തികൊണ്ട് ദേഹമാസകലം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. തുടർന്ന് അപ്പീൽ കോടതികൾ ശിക്ഷ ശരിവെക്കുകയും ശിക്ഷ നടപ്പാക്കാനുള്ള രാജകീയ ഉത്തരവ് ലഭിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കിയത്. അതേസമയം കഴിഞ്ഞ മാസം സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ഖതീഫ് ഗവർണറേറ്റിൽ മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. സൗദി പൗരനായ അലി ബിൻ അഹമ്മദ് ബിൻ അലി അൽ മുഅലമിന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. ഇയാളുടെ ഭാര്യയായിരുന്ന തുരായ ബിൻ അബ്ദുള്ള ബിൻ മഹദി അൽ മൈദാനി എന്ന യുവതിയെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ഇരുവരും വിവാഹമോചനം നേടിയ ശേഷം മുൻ വൈരാഗ്യത്താൽ പ്രതി ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പെൺവേഷത്തിലെത്തിയാണ് പ്രതി കൊലപാതകം നടത്തിയത്. സംഭവത്തിനു ശേഷം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ കുറ്റം തെളിയുകയും ചെയ്തു. വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതിക്ക് വധശിക്ഷയാണ് വിധിച്ചത്. കേസിന്റെ അപ്പീലുകൾ ഉൾപ്പെടെ പൂർത്തിയായി വധശിക്ഷ ശരിവെക്കുകയും തുടർ നടപടികൾക്ക് ശേഷം ശിക്ഷ നടപ്പാക്കാനുള്ള അന്തിമ അനുമതി ലഭിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ശിക്ഷ നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവന് ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കി എന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ദ അറ്റ്ലാന്റിക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ രാജ്യത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്. അതുപോലെ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയാലും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കാറില്ല സൗദി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.